അടുത്തൊരു ചോദ്യമായിരുന്നു എ ബി സിയുടെ ശരാശരി എം ആണ്. കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ആയാൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ശരാശരി എത്ര? നമുക്കറിയാം ശരാശരി കാണുന്നത് ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. ഇവിടെ നമുക്ക് എ ബി സിയുടെ ശരാശരി എം എന്നാണ്. അപ്പോൾ ആകെക്ക് നമ്മൾ കൊടുക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. എണ്ണം ഇവർ 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ താഴെ 3 എന്ന് കൊടുക്കുക. ഈക്വൽ ടു ശരാശരി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എം. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഇവിടെ ഹരിച്ചിരിക്കുവാണ്. ഇത് സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം. അതായത് ഇവിടെ ഹരണമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഗുണിക്കണം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 3m. ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ അതിൻ്റെ ശരാശരി കാണാനാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഇതിലേക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്തുവാന്ന് തൊട്ട് മുമ്പ് കിട്ടിയ 3m ആണെന്ന് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3m സ്ക്വയർ എന്ന് എഴുതാം. ഇനി 2 ഇൻറ്റു ഇത് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണല്ലോ. ഇതിൻ്റെ ഉത്തരം 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയത്തിനും പകരം 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ 3m ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9, എമ്മിൻ്റെ സ്ക്വയർ എം സ്ക്വയർ. 2നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആയതുകൊണ്ട് ആ ടേം എഴുതണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 9m സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശരാശരി കാണാൻ അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. എണ്ണം 3 ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9m സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ 3. 9ഉം 3ഉം വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ആൻസർ 3m സ്ക്വയർ എന്ന് കിട്ടും.